ശ്രീ KVS ഹരിദാസ്, നേരത്തെ ശ്രീനിവാസൻ കൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഈ സാമ്പത്തികമായിട്ടും ജനക്ഷേമ പദ്ധതികളുടെ കാര്യത്തിലും ഇത്തവണ പ്രചരണം നടത്തിയാൽ ഡീസലിന്റെ വില ചോദിക്കുമെന്നും പെട്രോളിന്റെ വില ചോദിക്കുമെന്നും പറയുന്ന പാചകവാതകത്തിന്റെ വില ചോദിക്കുമെന്നും ഭയന്നുകൊണ്ട് പ്രചരണത്തിന്റെ ഗിയർ മാറ്റുകയായിരുന്നു. അതല്ല, 1ഉം 2ഉം ഘട്ട തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പോളിംഗ് ശതമാനം 3%-ലും 2%-ഓളവും ഇടിയുന്നത് കാണുമ്പോൾ ഒരു തരംഗമില്ല എന്ന് ഞെട്ടലോടെ മനസ്സിലാക്കിയ നരേന്ദ്രമോദി 400 സീറ്റ് എന്ന സ്വപ്നം താഴേക്ക് വെക്കുകയും പിന്നീട് വർഗീയ പ്രചരണങ്ങളിലേക്ക് മാറുകയുമാണോ ചെയ്തത് എന്നതാണ് ചോദ്യം. KVS ഹരിദാസ്. അല്ല അരുണെ, ഞാൻ അതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. കോൺഗ്രസുകാർക്ക് ഒരാശങ്കയും വേണ്ട, ഈ രാജ്യത്തെ പ്രേക്ഷകർക്കും ഒരാശങ്കയും വേണ്ട. 400 സീറ്റോടുകൂടി നരേന്ദ്രമോദി വീണ്ടും ഇത്തവണ അധികാരത്തിൽ വരും. ആ കാര്യത്തില് ഇപ്പോ കോൺഗ്രസുകാർ വലിയ അവകാശവാദങ്ങൾ നടത്തുന്നുണ്ടല്ലോ. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവാകാൻ പറ്റുന്ന 10% സീറ്റ് നേടാൻ അവർക്ക് ഇത്തവണ കഴിയുമോ? എനിക്ക് തോന്നുന്നില്ല കഴിയുമെന്ന്. കഴിഞ്ഞ നിയമസഭയിൽ അവർക്ക് സാധിച്ചില്ല. അത് ഇത്തവണയും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ ചിത്രം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉരുത്തിരിയാനുള്ള സാധ്യത ഞങ്ങൾ ആരും കാണുന്നില്ല. ഈ KVS ഹരിദാസ്, 400ന്റെ കാര്യം പറഞ്ഞപ്പോഴും ചില അടിസ്ഥാന ഗ്രൗണ്ട് റിയാലിറ്റി നരേന്ദ്രമോദിയും അമിത്ഷായും മനസ്സിലാക്കിയിട്ടില്ലേ? കർണാടകയിൽ കഴിഞ്ഞ തവണ നിങ്ങൾ പിടിച്ച് 28ൽ 25 സീറ്റുകൾ ഇത്തവണ നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. പ്രജ്വൽ രേവണ്ണ എന്ന ഈ ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു സെക്ഷൽ പെർവേർട്ടിനെ ഹാസനിൽ നിന്ന് വിജയിപ്പിക്കുമോ അവിടുത്തെ സ്ത്രീകൾ? രേവണ്ണയുടെ കുടുംബത്തെ വിജയിപ്പിക്കുമോ ഈ ഹാസനിലെ സ്ത്രീകൾ? ഈ പറയുന്ന പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി ഹാസനിൽ വന്ന് വോട്ടഭ്യർത്ഥിച്ചത് കർണാടകയിലെ ജനങ്ങൾ മറക്കുമോ? 200 സ്ത്രീകളുടെ മാനമാണ് ഈ പ്രജ്വൽ രേവണ്ണ എന്ന നിങ്ങളുടെ സഖ്യകക്ഷിയുടെ സിറ്റിംഗ് MP സ്ഥാനാർത്ഥി നശിപ്പിച്ച് മൊബൈൽ ചിത്രങ്ങൾ എടുത്തത്. അത് ഇന്ത്യ മുഴുവൻ ചർച്ചയായില്ലേ KVS ഹരിദാസ്? അല്ല അരുണെ, ഞാൻ വരാം. അരുണിന്റെ ആവേശം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം. ദക്ഷിണേന്ത്യയില് ഈ കഴിഞ്ഞ ലോക്സഭയില് ഏറ്റവും കൂടുതൽ സീറ്റ് ഉണ്ടായിരുന്ന, ദക്ഷിണേന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സീറ്റ് ഉണ്ടായിരുന്നത് BJPക്കാണ്. 29 MP-മാരുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ലോക്സഭയിൽ. ഇതിനേക്കാൾ കൂടുതൽ സീറ്റ് ഇത്തവണ ദക്ഷിണേന്ത്യയിൽ നിന്നും ഉണ്ടാകും. കർണാടകത്തിൽ ഞങ്ങൾക്ക് വലിയ സെറ്റ് ബാക്ക് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ ഒരു ആശങ്കയും വേണ്ട ആ കാര്യത്തിൽ. തെലങ്കാനയിൽ ഞങ്ങൾക്ക് സീറ്റ് കൂടും, കേരളത്തിൽ ഞങ്ങൾക്ക് പ്രാതിനിധ്യം ഉണ്ടാവും, തമിഴ്നാട്ടിലുണ്ടാകും, ആന്ധ്രയിലുണ്ടാവും, പോണ്ടിച്ചേരിയിലുണ്ടാവും. അതുകൊണ്ട് സൗത്ത് ഇന്ത്യയിൽ ഞങ്ങളുടെ റെക്കോർഡ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഭേദപ്പെട്ടതായിരിക്കും. ഏത് സീറ്റിലാണ് ഞങ്ങൾക്ക് സീറ്റ് കുറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നേ? മധ്യപ്രദേശിൽ കുറയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? രാജസ്ഥാനിൽ കുറയുമെന്ന് കരുതുന്നുണ്ടോ? ഛത്തീസ്ഗഡിൽ കുറയുമെന്ന് കരുതുന്നുണ്ടോ? ഹരിയാനയിൽ കുറയില്ല, ഡൽഹിയിൽ കുറയില്ല, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. മഹാരാഷ്ട്രയിൽ കുറയില്ല. ഉത്തർപ്രദേശില് കഴിഞ്ഞ തവണ ഞങ്ങൾ 50%-ലേറെ വോട്ട് നേടിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 48%-ലേറെ. പർഷോത്തം രൂപാലയുടെ സ്റ്റേറ്റ്മെന്റിനോടുകൂടി ജാട്ടും ക്ഷത്രിയ സമാജം നിങ്ങൾക്കെതിരായത് നിങ്ങൾ അറിഞ്ഞില്ലേ? 17% വോട്ട് ബാങ്ക് ഉണ്ട് പാട്ടീദാർ വിഭാഗത്തിനും രജപുത്തിനും. ഹിന്ദിയുടെ ഹൃദയഭൂമിയിൽ നിങ്ങൾക്ക് വലിയ പിന്തുണയൊന്നും ക്ഷത്രിയ സമാജം കൊടുക്കില്ല. ഇതൊക്കെ നിങ്ങൾ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ ഉൾപ്പെട്ടിരുന്ന ഒരാളാണ് ഞാൻ. ഗുജറാത്തിൽ ഇതിനേക്കാൾ വലിയ ക്യാമ്പയിനുകൾ നടത്തിയിരുന്നു. അരുണും ആ കാലഘട്ടം ഓർമ്മിക്കുന്നുണ്ടോ? ഒരുപാട് ക്യാമ്പയിനുകൾ നടത്തിയിരുന്നു. അതൊന്നും ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാനേ പോകുന്നില്ല, ഒരു സംശയം വേണ്ട. അതുകൊണ്ടാണല്ലോ ഇത്തവണ കോൺഗ്രസുകാർ ഒരു മുസ്ലിമിന് പോലും സീറ്റ് കൊടുത്തില്ല എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ മുന്നോട്ട് പോവുകയല്ലാതെ പിന്നാക്കം പോകേണ്ട അവസ്ഥ ഒരു സംസ്ഥാനത്തും. പക്ഷെ പിന്നീട് മോദി ഗ്യാരണ്ടി പ്രചരണത്തിൽ നിന്ന് പിൻവാങ്ങുകയും മുസ്ലിം വിരുദ്ധതയും അപരവിദ്വേഷവും തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന്റെ ഭാഗമാവുകയും പ്രൊജക്ട് ചെയ്യുകയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതാണ് എന്റെ ആവർത്തിച്ചുള്ള ചോദ്യം. KVS ഹരിദാസ്. അരുണെ, മോഡി ഗ്യാരണ്ടി തന്നെയാണ് നരേന്ദ്രമോദിയും BJPയും ഉയർത്തിപ്പിടിക്കുന്നത്. മോഡി ഗ്യാരണ്ടി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടിയാണ്, BJPയുടെ ഗ്യാരണ്ടിയാണ്, നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ്. അതിനോടൊപ്പം ജനങ്ങൾ നിൽക്കുന്നുണ്ട്. 2004 281 രൂപയുണ്ടായിരുന്ന ഗ്യാസ് കുറ്റിക്ക് ഇന്ന് 1000 രൂപ വിലയാണ്.
2004 34 രൂപ വിലയുണ്ടായിരുന്ന പെട്രോളിന് ഇപ്പോൾ 107 രൂപയാണ്. 2014 എത്രയായിരുന്നു അരുണേ? 2014 76 ഉണ്ടായിരുന്നത് 2024 അന്താരാഷ്ട്ര വിപണിയിൽ മാർക്കറ്റ് വില കുറയുമ്പോഴും ഇവിടെ കൂടി നിൽക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞോളിൻ. നിങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ അരുൺ ഉൾപ്പെടെയുള്ള മാധ്യമ സുഹൃത്തുക്കളെ കുറിച്ച് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊരു പൊതു ധാരണയുണ്ട്. അവര് ഈ നരേന്ദ്രമോദിയെ കാണുന്നുണ്ട്. അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുള്ള ദർശനങ്ങളെയും അദ്ദേഹം നടപ്പിലാക്കുന്ന പദ്ധതികളെയും കുറിച്ച് വ്യക്തമായ ധാരണയോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒരു ചെറിയ വിഭാഗം മാധ്യമങ്ങള് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. വളരെ ലളിതമായ ചോദ്യമാണ് കെ വി ഹരിദാസ്. നരേന്ദ്രമോദി തന്നെയല്ലേ 2 കോടി തൊഴിൽ ഒരു വർഷം വാഗ്ദാനം ചെയ്തത്? ആ ഗ്യാരണ്ടി എവിടെ ശ്രീ കെ വി ഹരിദാസ്? ആ തൊഴിൽ ആർക്ക് കിട്ടി? എവിടെ കിട്ടി? UPSCയിലെ നിയമനം എത്രയാണ്? അരുണെ പോലുള്ള മാധ്യമ പ്രവർത്തകർ ഒരു കാര്യം ചെയ്താൽ മതി. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ വെബ്സൈറ്റിൽ പോയി ഒന്ന് പരിശോധിക്കൂ. EPFന്റെ വെബ്സൈറ്റിൽ, ESAയുടെ വെബ്സൈറ്റിൽ ഒന്ന് പോയി പരിശോധിക്കൂ. കഴിഞ്ഞ 10 വർഷത്തിനകത്ത് പുതിയതായിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടവരുടെ എണ്ണം ഒന്ന് എടുത്തു നോക്കൂ നിങ്ങൾ. EPFല് പുതിയതായിട്ട് ചേരുന്നവൻ ജോലിയെ കിട്ടിയവരാ. എവിടെയെങ്കിലും ESAയിൽ ചേരുന്നവൻ ജോലിയെ കിട്ടിയവനാ. അവന് ജോലി കൊടുത്ത മുതലാളി ഉൾപ്പെടെ സർട്ടിഫൈ ചെയ്താലേ EPFലും ESAയിലും ചേരാൻ പറ്റുള്ളൂ. പൂർത്തിയാക്കട്ടെ. നിങ്ങൾ ഇടപെടല്ലേ? ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. അതൊരു പ്രധാനപ്പെട്ട വിഷയം. കാരണം പഴയ കാലത്ത് കോൺഗ്രസ്സുകാർ ഓരോ വർഷവും ഞങ്ങൾ ഇത്രയും പേർക്ക് തൊഴിൽ കൊടുത്തു എന്നുള്ള വാഗ്ദാനങ്ങൾ ഉന്നയിക്കുക പതിവ്. മോഡി വന്നതിന് ശേഷം അതിനൊരു വ്യവസ്ഥയുണ്ടാക്കി. പുതുതായിട്ട് ജോലി കിട്ടുന്നവരൊക്കെ ESAയുടെയും EPFന്റെയും ഭാഗമാകുന്നു. അതിൽ റെക്കോർഡുണ്ട്. ആ റെക്കോർഡ് നിങ്ങൾക്ക് പരിശോധിക്കാം. ഓരോ മാസവും എത്ര പേര് പുതുതായിട്ട് വന്നു. EPFൽ അരുണിനെ അറിയാമായിരിക്കും. ഒരിക്കൽ വേറൊരു സ്ഥാപനത്തിൽ നിന്ന് വേറൊരു സ്ഥാപനത്തിലേക്ക് പോയാൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അയാൾക്ക് ഉടമസ്ഥത അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ പേര് മാറ്റിയാൽ മതി. അതുകൊണ്ട് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണവും ആ വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോ എന്റെ കയ്യിൽ ആ കണക്കില്ല, അല്ലെങ്കിൽ ഞാനത് അവതരിപ്പിക്കാമായിരുന്നു. കഴിഞ്ഞ ഒരു ദിവസം ചർച്ചയിൽ ഇത് ഉന്നയിച്ച സമയത്ത് ഞാനത് വിവരിച്ചതുമാണ്. അതുകൊണ്ട് അരുണിനെ പോലുള്ള മാധ്യമ സുഹൃത്തുക്കള് EPFന്റെയും ESAയുടെയും രേഖകളൊന്ന് പരിശോധിക്കൂ. കഴിഞ്ഞ 10 കൊല്ലത്തെ രേഖകള്. എന്നിട്ട് എത്ര പേർക്ക് തൊഴിൽ കൊടുത്തുവെന്ന്. മൂന്നാമത്തെ ഒരു കാര്യം കൂടി, നമ്മള് മുദ്രാ വായ്പ ഉൾപ്പെടെ എത്ര കോടി പേർക്ക് വായ്പ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായി. ഞാൻ മറുപടി കൂടി ഒന്ന് എടുത്തിട്ട് വരാം. ശ്രീ കെ വി ശ്രീനിവാസൻ കൃഷ്ണൻ, കെ വി ഹരിദാസ് പറയുന്നത് പോലെ EPFലും ESAയിലും രജിസ്റ്റർ ചെയ്ത ആളുകളുടെ എണ്ണം ഈ രാജ്യത്ത് പുതുതായിട്ട് തൊഴിൽ കിട്ടിയ ചെറുപ്പക്കാരുടെ എണ്ണമാണ്. അപ്പോൾ 2 കോടി എന്ന് പറഞ്ഞ സർക്കാർ സർവീസിലല്ല, സ്വകാര്യ സർവീസിലടക്കം അല്ലെങ്കിൽ സ്വകാര്യ സേവനങ്ങളിലടക്കം തൊഴിൽ ദാതാവായി മാറിയിട്ടുണ്ട് ഈ സർക്കാർ എന്നതാണ് കെ വി ഹരിദാസ് പറയുന്നത്. അതുകൊണ്ട്